ചെമ്പേ പാടിയതാ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. എനിക്ക് ഈ ദീക്ഷയും ദാടിയും മീശയും ഒന്നും കേക്കണ്ട. നേരം വെളുത്തപ്പോ തൊട്ട് ഈ നിലവിളി കേൾക്കാൻ തുടങ്ങിയതാ. ദേ വക്കീൽ ശങ്കരപ്പിളച്ചിട്ട് വന്നിരിക്കുന്നു. അയ്യോ കാണുന്നിടത്തൊക്കെ തുപ്പി വെക്കുക. കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ചെമ്പയുമായിട്ട് ഒരല്പം കേട്ടിട്ടില്ലേ? ചെമ്പൈ വൈദ്യനാഥ കൊള്ളാം. അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ? വിവരമുള്ളവർക്കുള്ളതാണ് ഇതൊക്കെ, അല്ലാതെ തന്നെ പോലെ വിവരം ഇല്ലാത്തവർക്കുള്ളതല്ല. വിവരമുള്ളവർക്ക് വിവരമുള്ളവരെ കുറിച്ച് അറിയൂ. അല്ല, അതിപ്പോ രേവതിയമ്മ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമാവില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവഗതികൾ മനസ്സിലാകില്ല. അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ മനസ്സിലായില്ല? മേനോൻ അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ 2 മക്കളല്ലേ ഉള്ളൂ? എന്റെ അറിവില് അത്രേ ഉള്ളൂ. അവര് 2 പേരും ബോംബെയിലല്ലേ പഠിക്കുന്നത്? മോളും മോനും ബോംബെയിൽ കോളേജിൽ പഠിക്കുക. അതെന്താ അവിടെ അയച്ചത്? ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ? ഇന്നത്തെ പരിഷ്കാരത്തിനൊത്ത് വളർന്നില്ല വെച്ചാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ പരിഷ്കാരിയായിട്ടൊരു ഭാര്യയാണ് വരുന്നത് വെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി. പരിഷ്കാരിയായിട്ടൊരു ഭർത്താവാണ് വരുന്നത് വെച്ചാൽ എന്റെ മോളുടെ കാര്യം കുഴപ്പത്തിലായി. അപ്പൊ അവര് മോഡേൺ ആയിട്ട് വളരട്ടെ എന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഇതുപോലെ പാറ്റ്നയിൽ അയച്ച് പഠിപ്പിച്ചതാണ് നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമളുടെ മകൻ വിജയനെ. എന്നിട്ട് എന്തായി? അവൻ പഠിച്ച് സായിപ്പായി മടങ്ങി വന്നപ്പോഴും കൃഷ്ണക്കൈമള് പഴയ കൃഷ്ണക്കൈമള് തന്നെ. എന്നിട്ട് എന്ത് പറ്റി? യു ബ്ലഡി ഫാദർ കൺട്രി എന്ന് വിളിച്ച് ഒരൊറ്റ പോക്ക. പിന്നെ മരിക്കുന്നത് വരെ കൃഷ്ണക്കൈമളും വിജയനായിട്ട് കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ മക്കളെങ്ങാനും നമ്മള് കൺട്രിയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, നമുക്ക് സിറ്റി ചെന്നൊന്ന് താമസിക്കാന്നേ. ഒന്നുമില്ലെങ്കിലും സിറ്റിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലായിക്കൂടെ? നമുക്ക് 1 മാസം ചെന്ന് താമസിക്കാന്നേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ വെറുതെ ഇരിക്കാം. അല്ല, ഞാനൊരു വിടുവായി പറഞ്ഞെന്നുള്ളൂ. അതിനൊരു കുടുംബകലഹം ഉണ്ടാവട്ടെ. ആലോചിക്കാം, സമയമുണ്ടല്ലോ. ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കണക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് എത്താം അല്ലേ? സന്ധ്യ കഴിയും. എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല. അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താ നിങ്ങനൊരു ആലോചന? ഗുളികയാണെങ്കിൽ 1 പടി കഴിച്ചു, ഒരു പ്രയോജനമില്ല. നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏത് വൈദ്യര്? പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞു. വക്കീലെ, തനിക്ക് കുറച്ച് വിവരമുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ. വല്ല ഗന്ധം ഉണ്ടോ? എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല. എടോ വരിക. ചടങ്ങൊക്കെ തീർന്നു, ഇനി എണീക്കാം. ഭംഗിയായി തീർന്നു പറയടോ. ഭംഗിയായി തീർന്നു, എണീക്കാം. ഓക്കെ. അടുത്ത മാസത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. അതിന് ഈ കല്യാണം നടത്താമെന്നാണ് ജ്യോത്സ്യർ പറയുന്നത്. അല്ലേ ജ്യോത്സ്യരെ? അതെ. വേറൊരു കാര്യം പറഞ്ഞേക്കാം, സംഗതി എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. വേഗം കുറിച്ച് കൊടുക്കും ജ്യോത്സ്യരെ, ഇല്ലെങ്കിൽ ഇടി പാഴ്സൽ. ഇങ്ങോട്ട് വന്നേ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. ഒരു അമ്മാവനെന്ന നിലയിൽ എനിക്ക് മോനോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട്. ഏതായാലും ഉടനെ ഇതങ്ങ് നടത്തണം. അടുത്ത മാസം അച്ഛനിങ്ങ് വരും. വന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല. ഓക്കെ? ഓ, അതൊക്കെ ഓക്കെ. എവിടെ പോയി തൊലഞ്ഞാ? എന്നാ പണിയായി കാണിച്ച്? ബാങ്കിൽ അന്വേഷിച്ചു കണ്ടില്ല, ബാറിൽ അന്വേഷിച്ചു കണ്ടില്ല. നീ ആ ഗോപാലകൃഷ്ണനെ കണ്ടോ? അവനൊരു വെക്ക് വാങ്ങിച്ചു തരാന്ന് പറയണ്ട. ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഗോപാലകൃഷ്ണൻ പരമേശ്വരനൊന്നും കണ്ടില്ല. കയ്യിലായിരിക്കുന്നല്ലോ ജുബയൊക്കെ. എവിടുന്നാ? ഇതെല്ലാം കിളവന്റെ. ഇന്ന് തേച്ച് മുടക്കി പെട്ടിക്കകത്ത് കയറ്റണം. അതെന്താ?
ആ കിളവനും കിളവിയും വരുന്നുണ്ട്. ആരെ? എന്റെ യജമാനും പത്നിയും. അയ്യോ, ഹരിച്ചേട്ടാ, ഹരിച്ചേട്ടാ, ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്തോന്ന്? ആ കിഴവൻ മേനോന് ആനയും അമ്പാരി ആറും പുഴയും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല. കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ടങ്ങ് പോവും. കൂടിപ്പോയാ ഒരാഴ്ച. ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിട്ട് ഇങ്ങോട്ട് വന്നാ സംഗതി ഓക്കെ. ആ തേങ്ങയോട് എന്ത് പറയും? എന്തോന്ന് തേങ്ങ? ചേട്ടൻ ബിസിനസ് ടൂറിന് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയണം. ഈ നാട് ചുറ്റിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാ. ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കഴുത്തട്ടം കടത്തില്ല. എന്നാലൊരു കാര്യം ചെയ്യ്, ആ, ചേട്ടൻ എവിടെങ്കിലും ഒരാഴ്ച പോയി ഒന്ന് ഒളിച്ച് താമസിക്കും. ഉം. ചെറിയ ലോഡ്ജില്. പുറത്തിറങ്ങുവോ ആരും കാണുവോ ചെയ്യരുത്. എന്റെ പിഴപ്പ് വെള്ളത്തിലാവും. ചോ, അതും ചെലവുള്ള കാര്യമാ. ചേട്ടാ, ഉം. ഒപ്പിക്കാം. മല്ലികയിട്ട മോതിരമുണ്ട്, അത് പണയം വെച്ചേക്കാം. ആ വിറ്റോ പറക്കോ എന്ത് വേണേലും ചെയ്യും. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. തേങ്ങയോട് ഫോൺ ചെയ്ത് വിവരം പറയാം. അലോൻ, ആരാ? ഹരിമോനാണോ? എന്താ വിശേഷം? ബിസിനസ് ടൂറോ? ബോംബെയിലോ? എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞോ? ആ പിന്നെ വിമാനത്തിലൊക്കെ സൂക്ഷിച്ചു പോണം. കയ്യും തലയൊന്നും പുറത്തിടരുത്. ആ പറഞ്ഞേക്കാം, വല്ലിയോട് പറഞ്ഞേക്കാം. ആ ശരി. എന്റെ അന്നദാന പ്രഭു ഇതാ വന്നേ. നമസ്കാരം മുതലാളി. എന്താ ചെലവാ? ഒന്നുമില്ലേ. എന്താ എന്താ ഇതൊക്കെ? നമ്മുടെ കമ്പനിയുടെ മാനേജരാ. മേനോനജി ആദ്യമായിട്ട് ഇവിടെ വരികയല്ലേ, ഒരു ചെറിയ സ്വീകരണം. വന്ന ക്ഷീണം കാണും. ഞങ്ങൾ പിന്നീട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. വരിക. അയ്യോ. ഡാ, 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 ഡാ. നീ എവിടെ പോന്നു? ആ അങ്ങോട്ടാ. സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ. അല്ല, ഇത് ഇവിടെ സ്ഥിരതാമസത്തിനുള്ള വരവാണോ? അതെ. ഡാ, 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 ആ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ. എന്റെ ദൈവമേ, നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത്. കിണിക്കണ്ട, ഞാനല്ലേ തിന്നുന്നത്, ഞാൻ സഹിച്ചോളാം. എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും. എന്റെ സ്വഭാവം അങ്ങനെ. വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുറി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഉളമ്പാറ ബ്രാൻഡ് ആശുപത്രി. ഓ, വിറ്റടിച്ചതായിരിക്കും. ഭർത്താവ് ചമഞ്ഞാ മതി, ഭരിക്കാൻ വരണ്ട. ഇവിടെ ആരും ഇല്ലേ? ഇത്ര നേരമായിട്ട് ഉറക്കം എണീറ്റില്ലേ? അതിന് വല്ല അമ്പലത്തിലോ മറ്റോ പോയതാണോ? ചേടാ, രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളപ്പണിയായിരിക്കും. ദോശ. ഞാൻ ഒരുപാട് നാളായി ദോശ തിന്നിട്ട്. നമുക്കൊരു മുമ്പർത്താത്തി ഉണ്ടല്ലോ, എന്നും ഇഡ്ഡലി. ആ, സ്വാമി ദോശ ഇടണം. എന്റെ ഭാര്യ ഒന്നാം തരം ദോശ ഇടും. വേണ്ടെന്നേ, നിങ്ങൾക്കുള്ളതല്ലേ കാണൂ. അല്ല, മാവ് ഇതാ വേറെ ഇരിപ്പുണ്ട്, ഉണ്ടോ? ഇഷ്ടം പോലെ. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. ആയിക്കോട്ടെ. അതോടെ കൊടുത്തേക്ക്, നമ്മുടെ സ്വാമിയല്ലേ. മാവ് മാവ് വേറെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ധാരാളം. ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതാ എനിക്കിഷ്ടം. ആ, 2 എണ്ണം കൊണ്ടുപോയി നമ്മുടെ കുമ്പർത്തോത്തിക്കും കൊടുക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവളൊന്ന് അറിയട്ടെ. ടങ് ടടങ്. കീറി പറഞ്ഞതാണെങ്കിൽ എന്താ, തിന്നാ പോരെ. നല്ല ചൂട്. ഇതിന് പകരം ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ.